വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വച്ചു, മെല്ലെ പടവിൽ വച്ചു. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വച്ചു, മെല്ലെ പടവിൽ വച്ചു. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്തമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്തമങ്ക എന്തോ മറന്നു നിന്നു, മറന്നു നിന്നു. വനത്തിൽ കൺമണിയെ പോലൊരു പൊന്നിൻ കിനാവിലവൾ മയങ്ങി നിൽക്കെ, എന്നെ മറന്നു നിൽക്കെ. കൺവതവോവനത്തിൽ കൺമണിയെ പോലൊരു പൊന്നിൻ കിനാവിലവൾ മയങ്ങി നിൽക്കെ, എന്നെ മറന്നു നിൽക്കെ. പുള്ളിമാൻ പേടയുടെ വർണ്ണചിത്രമാർന്നൊരാ മൺകുടം മന്ദമന്ദമൊഴുകിപ്പോയി, മന്ദമൊഴുകിപ്പോയി. പുള്ളിമാൻ പേടയുടെ വർണ്ണചിത്രമാർന്നൊരാ മൺകുടം മന്ദമന്ദമൊഴുകിപ്പോയി, മന്ദമൊഴുകിപ്പോയി. തുറന്നോ മലയാള മൺകുടം തിരഞ്ഞപ്പോൾ വെണ്ണില ചോല പൊട്ടിച്ചിരിച്ചതെന്തേ, പൊട്ടിച്ചിരിച്ചതെന്തേ. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി നിന്നെ വിട്ടുമറഞ്ഞു ദൂരെ, വിട്ടുമറഞ്ഞു ദൂരെ. വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. എനിക്ക് പാട്ട് ഇഷ്ടമായി. ദേവരാജ മാസ്റ്റർ പാട്ട് ആയപ്പം ഒരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ വെള്ളിത്തിരയില് നീ മണിമുകിലാടകൾ പാട്ട് ജയേട്ടൻ പാടി കഴിഞ്ഞിട്ട് ജയേട്ടൻ എന്നെയും കൊണ്ട് നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങോട്ടാണോ കൊണ്ടുപോയത്? ദേവരാജ മാഷിന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണേ, നീ ഇപ്പൊ എവിടേക്ക് പോണേന്ന് എനിക്ക് അറിയാവോ? ഞാൻ പറഞ്ഞു ഇല്ല, ദേവരാജ മാഷിന്റെ വീട്ടിലേക്ക്. അപ്പൊ എനിക്ക് ആകെ പേടിയായി പോയി. കാര്യം എങ്ങനെയാണ് ആളെങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള അറിയത്തില്ലല്ലോ. അപ്പം അവിടെ ചെന്ന് പക്ഷെ വളരെ കൂളായിട്ട് സംസാരിച്ചു, അനുഗ്രഹമൊക്കെ തന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അങ്ങനെ ചുരുക്കം അതിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തെ. പക്ഷെ പാട്ടുകൾ കുഞ്ഞിലെ മുതലേ കേട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ഇഷ്ടമെന്ന് മാത്രമല്ല, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതും മാഷിൻ്റെ അടുത്തു നിന്നാണല്ലോ, മാഷിൻ്റെ പാട്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പാട്ട് മോനത് പാടിയപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നിയാണ് ആ മെല്ലെ മെല്ലെ പടവിൽ വെച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ആ ഒരു ചേഞ്ചിലേക്ക് പോകുന്നിടത്ത് കൃത്യമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തോന്നി. ഒന്ന് പാടാമോ ആ ഭാഗം? മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ
പടവിൽ വെച്ചു മെല്ലെ പടവിൽ വെച്ചു മെല്ലെ അല്ലേ, മെല്ലെ പടവിൽ വെച്ചു, മെല്ലെ പടവിൽ വെച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ഭാഗങ്ങള് ചില ഇതുകളിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ജെല്ലിയാത്ത പോലെ തോന്നി. അതല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ദേവരാജ മാഷ് തന്നെ പാടിയ പാട്ടാണ് അല്ലേ? അതെ സാറേ. അപ്പൊ അദ്ദേഹത്തെ അനുകരിച്ചിട്ടാണോ പാടിയത്? കേട്ട് കേട്ട് അങ്ങനെയായി പോയി. കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നി പാടി കേട്ടപ്പോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. ബദ്രി, നല്ലൊരു രസമുള്ള പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നോക്കട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ടിന്റെ നാടകം ഡോക്ടർ, അത് 1961 റിലീസ് ആയത്. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയിരിക്കുന്നത് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാർ. സൂപ്പർ സൂപ്പർ. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാടിയതാ. താങ്ക് യു സാർ. അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ട് തോന്നിയത് ഈ ഇപ്പൊ അനുപല്ലവി തുടങ്ങുന്നില്ലേ, അത് കുറച്ചിട്ട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് ഹാഫാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. അന്ന് പാടാമോ? മൺകുടമഴകിന്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വെച്ചു മെല്ലെ പടവിൽ. അത് കഴിഞ്ഞിട്ട് പടവിൽ വെച്ചു പടവിലുണ്ടത്. അതിനുശേഷം താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. ഇപ്പൊ മുമ്പേ പാടിയപ്പോ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് മോനെ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി പറയട്ടടാ. താരക പെൺമണികളാറാ മണി മണി താരക പെൺമണി താരക പെൺമണികൾ പെൺമണികൾ താരക പെൺമണികളാറാടും ഒന്നും കൂടെ കള്ളൊന്ന് ശരിയാക്കി. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു. അപ്പൊ ഇനി ഒന്നുകൂടെ വൃത്തിയായിട്ട്. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. വേറൊന്നുമില്ല മോനെ, എനിക്ക് അതായിരുന്നു ഒരു ഡൗട്ട്. അതെന്താണ് നീ പാടുന്നൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഓക്കെ സാർ. അത് നോക്കിക്കോളൂ. അത് ഒക്കെ ഒരു അപ്പൊ ആ മാ എന്നുള്ളത് കേക്കണ്ടേ, വേണ്ടേ? വേണ്ടേ? അപ്പൊ അത് കേൾപ്പിക്കണ്ടേ? അത് അവിടെ ഇവിടെ നിന്ന് പാടിയാൽ ശരിയാകത്തില്ല. അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം മോനെ. എന്ത് നമ്മൾ പറയും, ഇപ്പൊ തെറ്റായിക്കോട്ടെ, ആ തെറ്റിന് ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ സാർ. മാഷ് എന്ത് രസമായിട്ട് പാടിയേക്കുന്നല്ലേ. മാഷ് വേറെ പാടിയൊക്കെ കേട്ടുണ്ടോ മക്കള്? നാദബ്രഹ്മത്തിനും ഒക്കെ മാഷിന്റെ വീഡിയോസ് ഉണ്ട്. എന്ത് രസമായിട്ടാ പാടുന്നത്. ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര സുഖമാണ്. ഞാൻ മാഷ് നേരിട്ട് പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മാഷിന്റെയും വളരെ കൊച്ചു ശബ്ദമാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ നേരെ ഓപ്പോസിറ്റാണ് മാഷ്. മാഷ് ഒന്ന് പാടുമ്പോ മാഷ് ചെറിയ ശബ്ദമാണ് മാഷിന്. എന്താ വന്നത്? നമ്മുടെ സിനിമാ സംഗീതത്തിന്റെ ഒരു തലതൊട്ടപ്പനാണ് ദേവരാജ മാഷ്. അത് പറയാതിരിക്കാൻ, നമുക്ക് ഇങ്ങനെയുള്ള കമ്പോസേഴ്സും ഇങ്ങനെയുള്ള പാട്ടുകാരൊക്കെ ഉള്ളതിന് നമ്മൾ അത്രയും അഹങ്കാരം മലയാളികൾക്കുള്ളതിൻ്റെ പ്രധാന കാരണം ഇവരൊക്കെയാണ് കേട്ടോ. മക്കൾക്ക് അഹങ്കാരം വേണ്ട കേട്ടോ. മക്കളെ അത്ര ഉള്ളടാ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി ഭദ്രി, ഓ മാം, സൂപ്പർബ് സോങ്, സൂപ്പർബ് സിംഗിങ്. താങ്ക് യു മാം. നല്ല ഭംഗിയുണ്ടായിരുന്നു മോനെ കേൾക്കാൻ. ശരിക്കും ദേവരാജ് മാഷിന്റെ പാട്ടുകള് എത്ര പാട്ടുകൾ, എത്ര നല്ല പാട്ടുകൾ. നമ്മളിതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പാട്ടുകളൊക്കെ പഠിച്ചിട്ടാണ്, അതായിരുന്നു ഞങ്ങളുടെ സ്കൂളിംഗ്. അപ്പൊ അങ്ങനെ പഠിച്ച് പല പാട്ടുകളും പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാട്ട് ഇപ്പൊ വീണ്ടും പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു പാട്ട് ഒരു കുട്ടി പാടി കേൾക്കുന്നത്. ഇതിന് മുൻപ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. കുട്ടികൾ ഇതുവരെ ഇത്തരത്തിലുള്ള പാട്ടുകൾ എടുത്ത് പാടാറില്ല. ശരിക്കും ഞാൻ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട് അതിൽ. ഇങ്ങനത്തെ പാട്ടുകൾ എടുത്തു കൊണ്ടുവന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഈ പാട്ടുകളൊന്നും അറിയാത്തവർ. അവരുടെ മുമ്പിൽ ഇത് വന്നിട്ട് നിങ്ങൾ പാടുമ്പോൾ അവർക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുകയാണ് ഇങ്ങനത്തെ നല്ല പാട്ടുകൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ നന്നായി പാടി മോനെ. ഇതിൽ ഈ ഒരു കോമ്പസിഷൻ്റെ അകത്ത് ചെറിയ ദൈവതം വരുമ്പോഴത്തേക്കുള്ള ഒരു ഡിഫറൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് മോൻ. അത് നന്നായി ഹാൻഡിൽ ചെയ്തു. പിന്നെ അൽഫോൺസ് ഏട്ടൻ പറഞ്ഞ പോലെ അതിൽ ആ ചില നോട്ട്സ്, ഇപ്പോൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് എടുത്തു വരുന്ന നോട്ട്സ് വരുമ്പോണ്ടല്ലോ, അതായത് സർപ്രൈസ് നോട്ട്സ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പാടുമ്പോഴത്തേക്ക്
ഒരു എക്സ്ട്രാ ഒരു സുഖം ഉണ്ടാവും. അപ്പം അത് ചരണമായപ്പോഴത്തേക്ക് അതൊക്കെ മനോഹരമായിരുന്നു. ആ തുടക്കം മാത്രം അനുപല്ലവിയിൽ അത് വന്നപ്പോഴത്തേക്കുള്ളൊരു, പിന്നെ എനിക്ക് തോന്നിയത് വാക്കുകൾ പറയുമ്പോൾ മോന് കുറച്ചുകൂടി ഒന്ന് സ്പഷ്ടമാകാം. അതില് താരക പെൺമണി എന്തായിരുന്നു? താരക പെൺമണികൾ ആറാടും വെണ്ണില. അത് ആരാടും എന്നാണ് നേരത്തെ കേട്ടത് പാടുമ്പോ. റാ കുറച്ചുകൂടെ ഒന്ന് താറാവ് എന്നൊക്കെ, താറാവിന്റെ റാ ആണ് പാടേണ്ടത്, അതാണ് വേണ്ടത്. അതുപോലെ അത് കഴിഞ്ഞു വരുന്ന മറന്നു നിന്നു. റാ കുറച്ചുകൂടെ ഒന്ന് കേൾക്കണം. മറന്നു എന്നാണ് അത് പാടി വരുമ്പം കേൾക്കുന്നത്. കുറച്ചുകൂടി ആ വാക്കുകൾക്ക്, അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നൊരു ബലം കൊടുത്താൽ, ബലം എന്ന് വെച്ചാൽ അതൊരു ഫോഴ്സ് ചെയ്ത് പാടാനല്ല, നമ്മൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. കാരണം ഇതിപ്പോൾ നിങ്ങളുടെ ഒരു മോൾഡിങ് സ്റ്റേജ് ആണ്. വോയിസ് മാറി ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വേൾഡിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ആ മ്യൂസിക്കിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അക്ഷരങ്ങൾ കൂടി ഒന്ന് കറക്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ മാർക്സ്. ഓക്കെ ശരത് സാർ. ആ മക്കളെ, നീ കമ്പോസ് ചെയ്തൊരു പാട്ട് നമ്മുടെ അൽഫോൺസിനൊന്ന് പാടിക്കേപ്പിക്കും. നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിഷേധിനിയിൽ, നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിഷേധിനിയിൽ, നീഹാര ഹാരമണിഞ്ഞുറങ്ങും നീരജ പുഷ്പമേ ഉണരൂ നീ, നീരജ പുഷ്പമേ ഉണരൂ നീ, നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിഷീധിനിയിൽ. ശരിക്കും ഞെട്ടിട്ടോ. സൂപ്പറായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതെ നന്നായിട്ടുണ്ട് മോനെ. അല്ല ശരിക്കും സത്യമായിട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ ശരിക്കും ഒരു കമ്പോസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. താങ്ക് യു സാർ. അത് നന്നായിട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്യാം. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പാട്ട്, ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ എന്തെങ്കിലും മാഗസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പാട്ടെടുത്ത് ചുമ്മാ എൻ്റെതായിട്ടുള്ള ട്യൂൺ കൊടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ചുമ്മാ ചെയ്തു നോക്കാം. അപ്പം നമ്മൾ ആ ഒരു ഇതിനകത്ത് കുറേം കൂടി നല്ല ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മുടെ ഇത്. നന്നായിട്ടുണ്ട്. ഒരു നല്ല ഒരു ട്യൂണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. മക്കളെ, കേൾക്കാത്ത ഇപ്പോൾ വയലാർ സാർ എഴുതിയ പാട്ടൊക്കെ എടുത്ത് അത് ലിറിക് അങ്ങോട്ട് എഴുതിയിട്ട് യൂട്യൂബിൽ കേൾക്കാണ്ട് മക്കളെ കമ്പോസ് ചെയ്യുക. ഓക്കെ സാർ. എന്നിട്ട് അത് കമ്പോസ് ചെയ്തതിന് ശേഷം അത് കേട്ട് നോക്കുക അതിൻ്റെ ഒറിജിനൽ എങ്ങനെ ആയിരുന്നു. അപ്പോൾ വയലാർ സാറിൻ്റെ പാട്ടും കമ്പോസ് ചെയ്തു എന്നുള്ളൊരു പേരും കിട്ടും നിനക്ക് കേട്ടോ. ഓക്കെ സാർ. ഉള്ള കള്ളത്തരൊക്കെ പറഞ്ഞു തരിക, മനസ്സിൽ വെച്ചാൽ മതി. മക്കളെ. ഓ സാർ. 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി നിളയുടെ 8.8. താങ്ക് യു മാം. സാർ ഞാൻ നല്ല പുതിയ പാട്ടും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറച്ചും കൂടെ സൂപ്പർ മാർക്ക്. താങ്ക് യു സാർ. എനിക്കൊരു വെല്ലുവിളിയാകും തോന്നുന്നു. ചേച്ചി അത് പാടി നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുന്നു. എന്തായിരുന്നു അതിന്റെ ലൈന്? നിളയൊരു സംഗീത ധാരയാകും നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. ഇതാരാ എഴുതിയത്? ഇത് MK ഗോപകുമാർ സാറ്. ഓക്കെ. ഞാനിങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ലിറിക്സ് കിട്ടി. അപ്പൊ പിന്നെ ഞാനത് കമ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ സാറിനോട് പെർമിഷൻ ചോദിച്ചു ചെയ്തോട്ടെ. എന്നിട്ട് യൂട്യൂബ് റിലീസ് ചെയ്തു പാട്ട്. ഓ, ഓർക്കസ്ട്ര ഒരു ചെറിയ താരമാണ്, വലിയ മ്യൂസിക് ഡയറക്ടർ ആവാൻ പോകുന്ന ആളാണ്. ശരത് സാറ് പ്രോഗ്രാമിംഗും ചെയ്തു തരും. ഞാൻ പാടും ഇപ്പൊ. ഞങ്ങളെല്ലാരും പാട്ട് പാടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെല്ലാരും പാടൂടാ. അപ്പൊ നീ വിളിച്ച് പാടിച്ചാ മതി. വിളിക്കാം സാർ. പേയ്മെന്റ് ഒന്നും വേണ്ട. ചേച്ചി ഇതൊന്ന് പാട്. ഒരു ലൈൻ പാടാം. നിളയൊരു സംഗീത ധാരയാകും. ആകും നീ തന്നെ മഞ്ജരി. നിർമ്മല കമ്പോസ് ചെയ്തേക്കുന്നത്. കമ്പോസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പാടും, ഞാനൊന്ന് കേക്കട്ടെ. നിളയൊരു സംഗീത ധാരയാകും. നിളയൊരു സംഗീത ധാരയാകും.
ശ്യാമ നിശേ നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. താങ്ക് യു മാം. ഋഷഭം ഒന്ന് മഞ്ചരിയുടെ വകയാ. അത് തന്നെ ഋഷഭം നിനക്ക് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്റെ ട്യൂണിൽ. ഇതൊക്കെ അങ്ങ് എടുത്തു വെച്ചോണം. എന്നിട്ട് നമ്മുടെതാന്നങ്ങ് പറഞ്ഞു. നിളയൊരു അതാണ് നിളയൊരു സംഗീത ധാരയായി അതല്ലേ ആകും ധാരയാകും നിർമ്മല നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സൂപ്പർ. സൂപ്പർ. ഓക്കെ സോ ടോട്ടൽ 17.5. ഓക്കെ സാർ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെയുള്ള ഫസ്റ്റ് ഡേ? അടിപൊളിയായിരുന്നു. അത് എന്താ പറയാ, ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ അത് അതിനകത്ത് വേറൊരു എന്താ പറയാ ഒരു ആഡ് ഓൺ ഇതാണ്. കാര്യം നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന അത്രയും ദോസ്തായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കൂടാതെ കുട്ടികളുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു വേറൊരു മൂഡായി. പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയാണല്ലോ, അതിൻ്റെ ഒരു വേറൊരു എന്താ പറയുക പഴയ മെമ്മറികളും ഒക്കെ ഉണ്ട്. ഇറ്റ് വാസ് ഗ്രേറ്റ്.